നാളെ നിങ്ങളെ കൊണ്ട് ഓടിപ്പിച്ച് ഞാൻ പുറകെ ഇരിക്കുള്ളൂ. അയ്യോ, വല്ല ഹർത്താലോ ബന്ധമൊക്കെ ആണെങ്കിൽ ഓക്കെ. കേറിക്കോ. ഡോക്ടർ മുരളീകൃഷ്ണന്റെ മിസ്സസ് അല്ലേ? ഡോക്ടർ എനിക്കറിയാം. ഞാൻ രഞ്ജൻ ഫിലിപ്പ്. ഇതെന്റെ മോളാ. വയസ്സ് 18 ആയിട്ടില്ല. ഡ്രൈവിംഗ് പഠിക്കണമെന്ന് വലിയ വാശി. ഓക്കെ, വരൂ. സ്റ്റാർട്ട് ചെയ്തിട്ട് ഡൈവോഴ്സിന് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അമ്മ ചെറിയ കുട്ടിയായിരുന്നപ്പോ ആരെ ക്യൂടെക്സ് ഒക്കെ ഇട്ടാന്നേ? അമ്മയ്ക്ക് ആരും ക്യൂടെക്സ് ഒന്നും ഇട്ട് തന്നിട്ടില്ല. അന്ന് വീട്ടിലൊക്കെ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. കുട്ടികളെ ശ്രദ്ധിക്കാനൊക്കെ ആർക്കാ നേരം? ഇപ്പെന്താ കൂടുതൽ ആളില്ലാത്ത? കൂടുതൽ ആളുണ്ടായാലേ എനിക്ക് എന്റെ ലക്ഷ്മി കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ചേച്ചി, ആ മുളക് പൊടി എവിടെ വെച്ചിരിക്കണേ? മുളക് പൊടി അതാ ഷെൽഫിന്റെ മുകളിലത്തെ തട്ടിലുണ്ട്. അതിലിപ്പോ കൊറേ ടിന്നോളുണ്ട്. ഏതിലാന്നിപ്പോ ഞാൻ എങ്ങനെ അറിയണേ? ഞാൻ എടുത്തുതരാം. പാരേ. ഇതിലുണ്ടായിരുന്ന ഞാൻ നേരത്തെ ജോലിക്ക് നിന്ന് വീട്ടിലെ തള്ളേ ഒക്കെ പൊട്ടി താക്കോലും കൊണ്ടാ നടക്ക. ഒരു ജാതി സാധന. അവരോട് വഴക്കൂടിയിട്ടാ നീ പോന്നേ? പോന്നതാ തന്തപ്പിടിക്കാരനാ. ഒരു മിനിറ്റ് തൊയരം തരില്ലെന്നേ. വായില് പല്ലുമില്ല, തലയില് മുടിയില്ല. എന്നാലും എന്നെ കണ്ടാ തന്തയ്ക്കൊരിളക്ക. ഭാര്യയുടെയും മക്കളുടെയും കണ്ണ് തെറ്റിയാ മതി തുടങ്ങും വിറകടി. ഭാനുമതി എന്റെ പുറന്ന് മതിത്താ, ഭാനുമതി എന്റെ കാലൊന്നും ഒഴിഞ്ഞതാ. എനിക്കുണ്ടല്ല ദേ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കല്ല് ഇങ്ങോട്ട് കയറും. ഒടുക്കം പോ തന്നേന്ന് പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് പോന്നു. ചേച്ചി തരുന്ന ശമ്പളം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് സ്നേഹം കിട്ടിയാ മതി. ഹലോ, രഞ്ജൻ ഫിലിപ്പ്, ലീനയുടെ ഫാദർ. എന്താ സർ? തിരക്കില്ലല്ലോ? അല്ലല്ല, പറയൂ. ലീനയെ ഞാൻ എന്റെ വണ്ടിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ട്രീസ, സോറി അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ട്രീസയുടെ കോച്ചിങ് റിയലി വണ്ടർഫുൾ. താങ്ക് യു. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഞാൻ ട്രീസയെ കണ്ടിരുന്നു. ഒരു സ്കൈ ബ്ലൂ സാരി ഉടുത്ത്. ഇറ്റ് വാസ് സോ നൈസ്. അന്ന് വൈഫ് കൂടി ഉണ്ടായിരുന്നുകൊണ്ടാ വന്ന് സംസാരിക്കാതിരുന്നത്. വിളിച്ചത് ബുദ്ധിമുട്ടായില്ലല്ലോ? ഇല്ലില്ല, ഓക്കെ. ഹസ്ബൻഡ് കൂടെ ഇല്ലെന്നറിഞ്ഞ ചില ഞരമ്പ് രോഗികൾ അങ്ങനെ സ്വന്തം ഭാര്യ ഏത് സാരി ഉടുത്തോന്ന് പോലും അവന്മാര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവരൊക്കെ അനങ്ങിയ നമുക്ക് മനസ്സിലാവും അസുഖം എന്താണെന്ന്. അതേ വിഡ്ഢികൾക്കറിയില്ല. ഇന്നലെ ഷോപ്പിംഗ് സെന്ററിൽ റെഡിമെയ്ഡ് കട നടത്തുന്ന ഒരു ഐസക്ക് പഞ്ചാരയ അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. വക്കീലായതുകൊണ്ടാവും എന്നോട് മുട്ടാൻ ഇതുവരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അത് വക്കീലായതുകൊണ്ട് നല്ല മോളെ, ഞങ്ങൾക്ക് നിന്നേക്കാൾ ഇത്തിരി സൗന്ദര്യം കൂടി. അപ്പൊ നാളെ കാണേ. ബൈ ബൈ. ഡേവിസേ, നാളെ ഞാൻ വരെ ഒരു 10 മണിയാവും. മോളുടെ സ്കൂളിലൊന്ന് പോകണം. ആയിക്കോട്ടെ. ഹായ് ട്രീസ. ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാ. നോക്കിയപ്പോ ട്രീസയുടെ ജോലി കഴിയുന്ന സമയം. പോയി കാണുമെന്നാ കരുതിയത്. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഓട്ടോ കിട്ടും. അല്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. നോ താങ്ക്സ്. മങ്കുയില പൊങ്കുയില സേതിയൊന്ന് കേള്, அந்த மாலை இடத்தேடி വരൂ നാളെ ഇன்று നാളെ. ഹലോ, ഞാനാണ് രഞ്ജൻ ഫിലിപ്പ്. പറയൂ. ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത് വിഷമമായോ? ഇല്ലല്ലോ. എനിക്കങ്ങനെ തോന്നി. സത്യത്തിൽ ഞാൻ അവിടെ കാത്തുന്നത് ട്രീസയെ കാണാൻ തന്നെയായിരുന്നു. ഇന്നിപ്പോ ഇവിടെ ഞാൻ തനിച്ചായപ്പോ വല്ലാത്തൊരു വെറുപ്പുമുട്ടൽ. വിളിക്കണ്ടെന്ന് കുറേ വിചാരിച്ചു. പറ്റുന്നില്ല. ബുദ്ധിമുട്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാരമില്ല, പറഞ്ഞോളൂ. പറയുന്നത് ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും എനിക്ക് കാണാൻ തോന്നുന്നു. നമ്മൾ മാത്രമായിട്ട് കുറച്ചു നേരം. അതെനിക്ക് വേണം. എപ്പോ? ട്രീസ പറഞ്ഞാ മതി. എനി ടൈം ഞാൻ റെഡി. ഇപ്പോ ഈ നിമിഷം കാണണം എനിക്ക്. ആർ യു സീരിയസ്? ഷുവർ. എന്നാ വരൂ. അവിടെ ഇപ്പൊ വേറെ ആരും ഇല്ലേ? സാരമില്ല, ഞാൻ താഴെ ഇറങ്ങി നിൽക്കാം. മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആദ്യം നമുക്കൊരു ഡ്രൈവ് ആവാം. വൈ നോട്ട്? കാറ് ഞാൻ ഓടിക്കും. ഷുവർ, ഇറ്റ്സ് എ പ്ലഷർ.
എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണിത്. ട്രീസയായതുകൊണ്ട് പറയാം, ഫാമിലി ലൈഫിൽ ഞാനും വളരെ നിരാശനാണ്. മെയിൻ തിങ് ഇസ് ഷീസ് നോട്ട് റൊമാൻറ്റിക്. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ലേ പ്രണയം. എന്താ ഇവിടെ നിർത്തിയത്? എനിക്ക് ഒരാഗ്രഹം. എന്താ? പറഞ്ഞു എന്നെ കളിയാക്കരുത്. നോ, നെവർ. ട്രീസയ്ക്ക് എന്തു എന്നോട് പറയാം. കേട്ടാ വട്ടാണെന്ന് തോന്നും, പക്ഷേ നമ്മളിപ്പോ അങ്ങനെ ഒരു മൂഡിലല്ലേ. തീർച്ചയായും പറയൂ, എന്താ? പറയുന്നേ. സമ്മതിക്കാന്ന് എനിക്ക് വാക്ക് തരണം. ട്രീസ് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. വാക്ക്. അയ്യോ, എനിക്ക് വാക്ക് തന്നതാണ്. ഇവിടെ ഇപ്പൊ വേറെ ഒരു മനുഷ്യജീവിയില്ല. പ്ലീസ്. മതി. പ്ലീസ്. അയ്യോ ട്രീസ, അയ്യോ അയ്യോ പോലെ. ട്രീസ പ്ലീസ് ഒന്ന് നിൽക്കണേ, എന്റെ പാന്റ് ഒന്ന് തരണേ. സ്റ്റോപ്പ് പ്ലീസ്, നിൽക്കണേ ട്രീസ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരി. നിർത്ത് ചങ്ങാതി. എത്ര ശാന്തസുന്ദരമായ രാത്രി. കൂട് വിട്ട് കൂടുമാറാൻ പറ്റിയ സമയം. നില ഉദിച്ചില്ലേ മാനുവൽ? ഉദിക്കേണ്ടതായിരുന്നല്ലോ. ഇനി വല്ല ബ്ലോക്കിലും വിട്ട് സ്റ്റക്കായിട്ടുണ്ടാവോ? നമുക്ക് ആദ്യം അകത്ത് കയറി ഐശ്വര്യമായ ഒരു ദീപം തെളിയിക്കാം. അതിന് നിലവിളക്ക് വാങ്ങിയിട്ടുണ്ടോ? വെളിച്ചമെല്ലാം ദീപമല്ലടോ. നിലവിളക്കായാലും മെഴുകുതിരിയായാലും സ്വിച്ചിട്ടാൽ കത്തുന്ന ലൈറ്റ് ആയാലും എല്ലാം ദീപം തന്നെ. അതെ, ദീപം തെളിയിച്ച ഞാൻ അപ്പൊ തന്നെ പോവും. താൻ ഒരിടത്തേക്കും പോവില്ല. തന്നെ ഞാൻ വിടില്ല. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. പക്ഷെ എന്റെ വൈഫ് കാത്തിരിക്കട്ടെ, കാത്തിരുന്ന് നേരം വെളുപ്പിക്കട്ടെ. കാത്തിരിക്കാൻ ഒരാൾ എന്ന പ്രയോഗത്തിന് ഒരു അർത്ഥം അതെ, ഉണ്ടാകും. ഞാനൊന്നും താനൊന്നും പറയണ്ട. നമ്മൾ ഇന്ന് ഇവിടെ കിടക്കും. എന്റെ കഥകൾ ഞാനും ഇമ്മാനുവലിന്റെ കഥകൾ ഇമ്മാനുവലും പറയും. അങ്ങനെ പറഞ്ഞങ്ങനെ ഡിം കിഴക്കങ്ങനെ പ്രഭാതം പൊട്ടിവിട്ടു. പുതിയ വീട്ടിൽ പുത്തൻ പ്രഭാതം. താക്കോലെവിടെ? പുതിയ വീട്ടിൽ പുത്തൻ പ്രഭാതം. ഇതകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടോ? നേരാണല്ലോ. ബെല്ലടിക്കണം. ഷർട്ടും പാന്റും കാറിനകത്തുണ്ട്. പാന്റും ഒരു പെൺശബ്ദമല്ലേ കേട്ട? അതെ, ഞാനും കേട്ടു. ഒന്നുകൂടി പറഞ്ഞേ. അവിടുന്നല്ലേ കേട്ടത്? ഒന്ന് മറന്നേ. ചേച്ചി, രണ്ടാള് കിടന്ന് ബഹളം വെക്കണ്ടല്ലോ. കള്ളുടിയന്മാരെന്നാ തോന്നണേ. രണ്ടാളോ? എവിടെയാ?
എന്താ? ആരാന്ന്? അത് ശരി, നമ്മൾ ആരാണ്? ഞങ്ങള് നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങൾ ആരാണ്? അതെ, ആ, ഈ വീട് ഡോക്ടർ മുരളീകൃഷ്ണൻ ഞാൻ വാങ്ങിയതാ. ഇദ്ദേഹമാണ് ബ്രോക്കർ. ആ. രജിസ്ട്രേഷൻ കഴിഞ്ഞ് പണവും കൊടുത്ത് താക്കോലും വാങ്ങി. നിങ്ങൾ ആദ്യം പുറത്തിറങ്ങ്. ഉടമസ്ഥ വലതുകാല് വെച്ച് കയറി ഐശ്വര്യമായിട്ട് ദീപം തെളിയിക്കട്ടെ. അതെ, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഡോക്ടർ മുരളീകൃഷ്ണൻ എന്ന് പറയുന്ന ആള് നിയമപ്രകാരം എന്റെ ഭർത്താവാണ്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല. ഇവിടെ ഞാനും എന്റെ മോളുമാണ് താമസം. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ വീട് ആർക്കും വിറ്റിട്ടില്ല.